റോമർ 4:4. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല രക്ഷ. അത് കൃപയാൽ ലഭിക്കുന്നതാണ് എന്നതിനെ വ്യക്തമാക്കാനായിട്ടാണ് അപ്പോസ്തലൻ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. മാനവരാശിയുടെ പാപം മുഖാന്തരം നമുക്ക് അർഹമായിട്ടുള്ളത് നിത്യമരണമാണ്. എന്നാൽ അർഹതയില്ലാത്ത നിത്യസന്തോഷം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നതിൽ കൂടിയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുന്നതിലൂടെയും ലഭിക്കുന്നതാണ്. എന്നാൽ സൽപ്രവൃത്തി ചെയ്യുന്നവന് കൂലി ദൈവം കണക്കിടുന്നത് കടമായിട്ടാണ് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ദൈവം കടമായിട്ടാണ് അത് കണക്കിടുന്നതെങ്കിൽ കടം വീട്ടുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ സമ്പാദ്യം എത്ര വലുതായിരിക്കും? ഒരു തൊഴിലാളി ജോലി ചെയ്താൽ മുതലാളി അവന് ശമ്പളം കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. അത് മുതലാളി കാണിക്കുന്ന ദയയല്ല, അത് തൊഴിലാളിയുടെ അവകാശമാണ്. ഒരു ദൈവ പൈതൽ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്കായി അതിൻ്റെ പ്രതിഫലം സംഗ്രഹിച്ചു വയ്ക്കുന്ന ഒരു ദൈവകരങ്ങളിൽ നിന്ന് നമുക്കത് ലഭിക്കുമ്പോൾ അത് എത്രമാത്രം ശ്രേഷ്ഠമായ രീതിയിലായിരിക്കും. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലും ദൈവം നമുക്കത് നൽകും. കാരണം യേശു കർത്താവ് നീതിമാനായ ദൈവമാണ്. എന്നാൽ ഈ സൽപ്രവൃത്തികൾ നമ്മെ നിത്യമായ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന യേശുക്രിസ്തുവിനെ അറിയാത്ത അനേക ജാതികളുണ്ട്. അവരെല്ലാവരും സ്വർഗരാജ്യത്തിലെത്തണം. ഇല്ലായെങ്കിൽ ദൈവം അനീതിയുള്ള ദൈവമാകും. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ചും അത് കൃപയാൽ ലഭിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അപ്പോസ്തലൻ വിശദമായി പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യൻ ഒരധ്വാനവും ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. തീത്തോസ് 3:5 അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രക്ഷയ്ക്ക് നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, അവകാശം പറയുവാൻ ഒന്നുമില്ല. ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സലിവും കരുണയും ഒക്കെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണത്. കൃപയിൽ ആശ്രയിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് രക്ഷയുടെ സന്തോഷത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സൗജന്യമായി അങ്ങ് നൽകുന്ന രക്ഷയെ സ്വീകരിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനായി സൽപ്രവൃത്തികൾ ചെയ്ത് അതിവിശുദ്ധ വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.